പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമുക്കൊരു സർഫസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ സർഫസിൽ സെലക്ട് ചെയ്യുക. ഈ എഡിറ്റ് സർഫസിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ഡിലീറ്റ് ലൈൻ നോക്കാം. അപ്പോൾ ഡിലീറ്റ് ലൈൻ കൊടുത്തു. ഇവിടെ ഒരു മെസ്സേജ് വന്നു, യു മസ്റ്റ് ഹാവ് ട്രയാങ്കിൾസ് ഡിസ്പ്ലേഡ് ഫോർ ദിസ് ഓപ്പറേഷൻ എന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രയാങ്കിൾസ് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു മെസ്സേജ് വന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് സർഫസിലേക്ക് വരിക, ഡിസ്പ്ലേയിൽ ട്രയാങ്കിൾസ് എന്നുള്ള ഇത് വിസിബിൾ ആക്കാം. ഇപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. വീണ്ടും ഈ സർഫസ് സെലക്ട് ചെയ്യുക, എഡിറ്റ് സർഫസിലേക്ക് പോവുക, ഡിലീറ്റ് ലൈൻ. നമുക്ക് ഏത് ഭാഗമാണോ ഡിലീറ്റ് ആക്കാനുള്ളത് അപ്പോൾ ആ ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഡിലീറ്റ് ആയി. നമ്മൾ എത്ര ഏരിയ ആണോ സെലക്ട് ചെയ്യുന്നത് ആ ഏരിയയിലുള്ള ലൈൻസ് ആയിരിക്കും ഈ ഡിലീറ്റ് ആവുന്നത്. വീണ്ടും എസ്കേപ്പിലേക്ക് വരാം. അടുത്തായിട്ട് ആഡ് ലൈൻ. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനൊരു ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ലൈൻസ് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് സ്വാപ്പ് എഡ്ജ്. ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു 4 പോയിന്റിനകത്ത്. അപ്പോൾ ഈ 4 പോയിന്റിനകത്തുള്ള ഈ ലൈൻസ് നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് തിരിച്ച് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്യുക, അപ്പോൾ അത് ഇങ്ങനെ സ്വാപ്പായി. അതേപോലെ ഇങ്ങനെ ഈ ഒരു 4 പോയിന്റിനകത്ത് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്താൽ മതി, അത് ഇങ്ങനെ സ്വാപ്പായി. ആഡ് പോയിന്റ്. ഇവിടെ നോക്കുക, ഈ ഒരു 3 പോയിന്റിനകത്ത് നമുക്കിവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു പോയിന്റിൻ്റെ എക്സോ വൈ ഇസഡ് എന്നീ കോർഡിനേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടുത്തെ എക്സും വൈയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ന്യൂ എലിവേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്തെ ഒരു എലിവേഷനാണ്, ഇപ്പോൾ ഉള്ള എലിവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ എലിവേഷൻ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എലിവേഷൻ തന്നെ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ആയി. പക്ഷേ ആ ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. വീണ്ടും നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് സർഫസ് സ്റ്റൈലിലേക്ക് വരിക. ഇവിടെ ഈ പോയിന്റ്സ് എന്നുള്ളത് ഓൺ ചെയ്യുക. കണ്ടോ, ആ പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു കമാൻഡിലേക്ക് പോകാം. ലേക്ക് വന്നു, ഡിലീറ്റ് പോയിന്റ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഇവിടെ ഒരു പോയിന്റ് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ആ പോയിന്റ് അവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ആ പോയിന്റ് അവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി മോഡിഫൈ പോയിന്റ്. നമുക്ക് ഏതെങ്കിലും പോയിന്റ് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ന്യൂ എലിവേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് പുതിയൊരു എലിവേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ എലിവേഷൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ എലിവേഷൻ എന്ന് പറയുന്നത് 1003.30 എന്നാണ്. ഇപ്പോൾ നമ്മളുടെ പുതിയൊരു എലിവേഷൻ കൊടുക്കാൻ പോവാണ്.
1004.2. ഇപ്പോൾ ആ പോയിന്റ് ആ ഒരു എലിവേഷനിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മൂവ് ടൂൾ. മൂവ് ടൂൾ ഇപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പുതിയ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ഇത്രയും ടൂൾസുകൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇത്രയും ടൂൾസുകൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ടൂൾസൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സർഫസ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്.